വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പൊരുത്തക്കേടുകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് പുതിയ നയതന്ത്ര സൈനിക തലത്തിലുള്ള തർക്കങ്ങൾ ഉയർന്നു വരികയാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലെടുക്ക് അമേരിക്കൻ ഭൂഭാഗമായി മാറുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായാണ് ഇറാൻ രംഗത്തെത്തിയത്. ഇറാന്റെ പരമോന്നത ജനപ്രതിനിധികളിൽ ഒരാളായ ഇബ്രാഹിം അസീസി നടത്തിയ കടുത്ത പരിഹാസവും മുന്നറിയിപ്പും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ ലക്ഷ്യമിട്ട് ഭീഷണികൾ മുഴക്കുന്നതിന് പകരം സ്വന്തം രാജ്യത്തെയും സ്വന്തം ശരീരത്തെയും സംരക്ഷിക്കാനുള്ള സുരക്ഷാ നടപടികളിലാണ് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ഇബ്രാഹിം അസീസി പരിഹസിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ തന്ത്രപ്രധാനമായ ഒരു സമുദ്രപാതയിൽ അമേരിക്കൻ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രായോഗികമല്ലെന്നും അത്തരം നീക്കങ്ങൾ മേഖലയെ വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുമെന്നും ടെഹ്റാൻ വ്യക്തമാക്കുന്നുണ്ട്. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം മടങ്ങുന്നതിനിടെ ട്രംപ് നേരിട്ടതായി പറയപ്പെടുന്ന കടുത്ത സുരക്ഷാ ഭീഷണികളെ ചൂണ്ടിക്കാണിച്ചാണ് അസീസി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വധഭീഷണിയെ കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രത പുലർത്തുകയും യാത്രയിലുടനീളം അസാധാരണമായ മുൻകരുതലുകൾ എടുക്കേണ്ടി വരികയും ചെയ്തു എന്ന വാർത്തകളെ മുൻനിർത്തിയായിരുന്നു ഇറാന്റെ ഈ പ്രതികരണം. അടിയന്തര സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ട്രംപിന് താൻ സഞ്ചരിക്കേണ്ട വിമാനം രഹസ്യമായി മാറ്റേണ്ടി വന്നുവെന്നും സുരക്ഷാ ഏജന്റുമാരുടെ നിർദ്ദേശപ്രകാരം ഫുഡ് ട്രക്ക് പോലെയുള്ള വാഹനങ്ങൾ വരെ ഉപയോഗിക്കേണ്ടി വന്നുവെന്നും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്താരാഷ്ട്ര ഊർജ്ജ ഗതാഗതത്തിന്റെ സിംഹഭാഗവും കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം മുൻപും അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ കടുത്ത സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ തന്ത്രപ്രധാനമായ കടലിടുക്കിലൂടെയുള്ള ക്രൂഡ് ഓയിൽ നീക്കം തടസ്സപ്പെട്ടാൽ അത് ആഗോള സാമ്പത്തിക മേഖലയെ തകിടം മറിക്കും. ടെഹ്റാന്റെ ഈ കടുത്ത പ്രസ്താവന കേവലം വാഗ്വാദങ്ങൾക്കപ്പുറം സങ്കീർണമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. മേഖലയിൽ അമേരിക്ക നടത്തുന്ന സൈനിക സമ്മർദ്ദങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ തങ്ങൾ സജ്ജമാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ പരമോന്നത നേതാവിന് നൽകേണ്ടി വന്ന അതിരൂക്ഷമായ സുരക്ഷാ കവചം അവരുടെ ഭയത്തിന്റെ തെളിവാണെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങളും ഭരണാധികാരികളും വാദിക്കുന്നത്. തുർക്കിയിലെ നാറ്റോ ഉച്ചകോടിക്ക് ശേഷമുണ്ടായ സംഭവങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഒരു ലോകശക്തിയുടെ തലവന് യാത്രാ പദ്ധതികൾ മാറ്റേണ്ടി വരികയും ബദൽ മാർഗങ്ങൾ തേടേണ്ടി വരികയും ചെയ്തു എന്നത് നയതന്ത്ര തലത്തിൽ വാഷിംഗ്ടണിന് ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനും സൈനിക സാന്നിധ്യം ശക്തമാക്കാനും അമേരിക്ക ശ്രമിക്കുമ്പോൾ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിലാണ് ഇറാന്റെ വിപ്ലവ കാർഡുകളും വിദേശകാര്യ മന്ത്രാലയവും. ട്രംപിന്റെ പുതിയ പ്രസ്താവനകളും അതിന് ഇറാൻ നൽകിയ കടുത്ത മറുപടിയും വരും ദിവസങ്ങളിൽ സമുദ്ര സുരക്ഷയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. അമേരിക്കയിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റിമറിച്ചിലുകളും വിദേശ നയങ്ങളിലെ അനിശ്ചിതത്വങ്ങളും മേഖലയിലെ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുന്നുണ്ട്. മുൻ ഭരണകാലയളവിൽ ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ ട്രംപിന്റെ തിരിച്ചുവരവും അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവനകളും മേഖലയിലെ യുദ്ധഭീതി ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് തങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നാണ് ഇറാന്റെ ഉറച്ച നിലപാട്. വിദേശ ശക്തികളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സമുദ്ര സാന്നിധ്യം തങ്ങൾക്ക് അംഗീകരിക്കാനാകില്ലെന്ന് ഇറാൻ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നതിലൂടെ മേഖലയിലെ തങ്ങളുടെ ആധിപത്യം വിട്ടുകൊടുക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ടെഹ്റാൻ നൽകുന്നത്. സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും നേതാക്കൾക്കും നേരെ ഉയർന്ന ഭീഷണികൾ യാഥാർത്ഥ്യമാണെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ യാത്രാവേളകളിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള അതീവ ജാഗ്രത പുലർത്തൽ US രഹസ്യാന്വേഷണ വിഭാഗം നിർബന്ധിതരാക്കിയത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ വാക്പോര് അന്താരാഷ്ട്ര എണ്ണ വിപണിയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സമുദ്രസന്ധിയിലെ ഗതാഗതം തടസ്സപ്പെടുകയോ ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക ഏറ്റുമുട്ടലിലേക്ക് കടക്കുകയോ ചെയ്താൽ ഇന്ധനവില കുതിച്ചുയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാശ്ചാത്യ ശക്തികളും നാറ്റോയും ഈ വിഷയത്തിൽ നടത്തുന്ന നീക്കങ്ങളും ഏറെ നിർണായകമാണ്. അമേരിക്കൻ പ്രസിഡന്റിന് നേരിടേണ്ടി വന്ന ഭീഷണിയും തുടർന്നുണ്ടായ നയതന്ത്ര തർക്കങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് പുതിയ സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സഖ്യകക്ഷികൾ നിർബന്ധിതരാക്കും.
ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കടുത്ത പരിഹാസം ട്രംപിന്റെ പ്രതിച്ഛായയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഹോർമുസിനെ കുറിച്ചുള്ള തർക്കം കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് രണ്ട് ആഗോള ശക്തികൾ തമ്മിലുള്ള പ്രതാപത്തിന്റെയും അധികാരത്തിന്റെയും പോരാട്ടമാണ്. ഇബ്രാഹിം അസീസിയുടെ വാക്കുകൾ വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര പോര് കൂടുതൽ രൂക്ഷമാക്കുമെന്നതിന്റെ കൃത്യമായ സൂചനയാണ്. ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും പകരം ഭീഷണികളും പരിഹാസങ്ങളും നിറയുന്ന ഈ അന്തരീക്ഷം പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു വലിയ സംഘർഷത്തിന് വഴി തുറക്കുമോ എന്നത് കണ്ടറിയണം.